ഞാൻ ഇന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കുകയാണേ. അപ്പോൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി, ഉപ്പ്, ഗരം മസാല എല്ലാം ചേർത്തിട്ട് ഒരു നാരങ്ങയും കൂടെ തീരെ ഒഴിച്ച് നന്നായിട്ട് നമുക്കത് തിരുമ്മി വെച്ച് അത് പൊരിച്ചെടുക്കാം. എന്നിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടായ ശേഷം അതിലേക്ക് നെയ്യ് ഒഴിച്ചു. എന്നിട്ട് ചിക്കൻ പൊരിച്ച് വെച്ച ഓയിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ചട്ടി നന്നായി ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക ആദ്യം ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 വലിയ സബോള എടുത്തിട്ടുണ്ട്. ആ 2 സബോളയും 3 പച്ചമുളകും ചേർത്തിട്ട് നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഞാനിവിടെ ഹാഫ് കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫുള്ള് കുക്ക് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്, 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക പൊടി, പിന്നെ നമുക്ക് വലിയ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുള്ളത്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് നന്നായി വഴറ്റിയിട്ട് അതിൻ്റെ മണം ഒന്ന് മാറാൻ വെക്കാം. അത് ശരിയായി വരുന്ന സമയത്ത് ഒരു ലെമണിന്റെ പകുതി നീരും 1 കപ്പ് തൈരും ചേർത്തിട്ട് വീണ്ടും ഞാൻ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും നന്നായി കുനുകുനാന്നരിഞ്ഞതും കുറച്ച് നമ്മുടെ ബിരിയാണി അരി കൂടി ഇട്ടിട്ട് അരിക്ക് വേണ്ട വെള്ളം ഒഴിച്ച് അതിന് വേണ്ട ഉപ്പ് ഇട്ടിട്ട് ഞാൻ നന്നായി അടച്ചു വെക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഏകദേശം ഒരു 1/4 മണിക്കൂർ നോക്കി. എന്നിട്ട് അതിന് ശേഷം ചോറ് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ പൊരിച്ച് വെച്ച് ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഞാൻ ദോക്കുട്ടി കൂടെ വന്ന് നോക്കിയപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ചു നോക്കാം കേട്ടോ. ദോക്കുട്ടിക്ക് നമ്മളിങ്ങനെ സ്പെഷ്യലായിട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട്, അവൾക്ക് ഭയങ്കര കളർഫുൾ ആയിട്ട് അവളുടെ പ്ലേറ്റിൽ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ ബിരിയാണി ആദ്യം അവൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇതുകൊണ്ട് അവൾ കഴിച്ചൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനിതാ അടിപൊളിയായിട്ട് നന്നായി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ട് ഞാൻ സുഖമായിട്ട് ഉറങ്ങി എണീച്ചിട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.